ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒരു നമസ്കാരം നിർവഹിച്ചാൽ 83 വർഷക്കാലം മറ്റു ദിവസങ്ങളിലുള്ളതുപോലെ, മറ്റു വർഷങ്ങളിലുള്ളതുപോലെ അങ്ങനെയുള്ള 83 വർഷക്കാലത്തെ നമസ്കാരമാണ് ഒരു രാത്രിയിൽ നേടിയെടുക്കാൻ കഴിയുക. അവസാനത്തെ 10 മുഴുവൻ സ്വതക്കകൾ നൽകണം. അതിലേതെങ്കിലും ഒരു രാത്രി നമുക്ക് ലൈലത്തുൽ ഖദ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ, ആ രാത്രി നമുക്കൊരു സ്വതക്കയുണ്ടെങ്കിൽ 83 വർഷക്കാലത്തെ സ്വതക്ക, അത്രയും വർഷക്കാലത്തെ നമസ്കാരം, അത്രയും വർഷക്കാലത്തെ പ്രാർത്ഥന, അത്രയും വർഷക്കാലത്തെ ഖുർആൻ പാരായണം, അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ദിവസങ്ങളിലല്ല, അവസാനത്തെ 10 മുഴുവൻ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ പ്രതീക്ഷിക്കണം. ലൈലത്തുൽ ഖദ്ർ ബറക്കത്തുള്ള, റഹ്മത്തുള്ള രാവാണ്. മലക്കുകൾ ആ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മലായികത തിൽക്കൽ ലൈല ഫിൽ അർളി അക്സറു മിൻ അദദിൽ ഹസ്വ. ആ ദിവസം ഭൂമിയിൽ ചരൽക്കല്ലുകളെക്കാളധികം, മണൽത്തരികളെക്കാളധികം മലക്കുകൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അത്രമാത്രം മലക്കുകൾ ആ രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ആ രാവിന്റെ റഹ്മത്ത് കൊണ്ട് ചരൽക്കല്ലുകളെക്കാളധികം, ഭൂമിയിലുള്ള ചരൽക്കല്ലുകളെക്കാളധികം മലക്കുകൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കും. അന്ന് ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ, അന്ന് രാവിനെ സജീവമാക്കിയാൽ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പാപങ്ങളുള്ളവരല്ലേ നമ്മൾ, തെറ്റുകൾ വന്നുപോയവരല്ലേ. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴുകിക്കളയേണ്ട ഒരുപാട് പാപങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ എഴുന്നേറ്റു നമസ്കരിച്ചു കഴിഞ്ഞാൽ, ആ രാവിനെ സജീവമാക്കി കഴിഞ്ഞാൽ, അവന്റെ മുൻകടിഞ്ഞുപോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു തആല പുറത്തു നൽകും, അത് മായ്ച്ചു കളയും. ഇപ്പൊ പ്രിയമുള്ളവരെ, മുഴുവൻ സമയവും പള്ളിയിൽ അങ്ങനെ കഴിയുന്നവരങ്ങനെ, ഇനി അതല്ല രാത്രി മാത്രം കഴിയുന്നവരുണ്ട് എങ്കിൽ അങ്ങനെ, ഇനി എത്ര സമയം, ഒരു സുദീർഘമായ ഒരു സമയം ഒരു ദിവസത്തിൽ, ഒരു രാത്രിയിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ, ഇനി പള്ളിയിൽ കഴിയാത്തവർ എങ്ങനെയാണോ അങ്ങനെ ആ ഖൈർ നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 മുഴുവൻ പ്രതീക്ഷിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അവസാനത്തെ 10 മുഴുവൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവസാനത്തെ 10 മുഴുവൻ പ്രതീക്ഷിക്കണം. അതിൽ കൂടുതൽ ഒറ്റയായ രാവിൽ പ്രതീക്ഷിക്കണം. ഒറ്റയായ രാവിൽ മാത്രമല്ല, ചിലരങ്ങനെയാണ്, 21 മാത്രം പള്ളിയിൽ, 23 മാത്രം പള്ളിയിൽ. അല്ല, അവസാനത്തെ 10 മുഴുവൻ പ്രതീക്ഷിക്കണം. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് ഒറ്റയായ രാവിലാണ്. 27 മാത്രം വരുന്നവർ അങ്ങനെയല്ല. നമുക്ക് അവസാനത്തെ 10 മുഴുവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ അവസാനത്തെ 10 മുഴുവൻ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. ഒറ്റയായ രാവുകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടല്ല അവരെത്തിയിരുന്നത്. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഗ്ഫിറത്തിനെ ചോദിക്കാനാണ്. ഏറ്റവും പ്രധാനം മഗ്ഫിറത്ത് നേടിയെടുക്കുക എന്നതാണ്. ആ രാവിലെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മഗ്ഫിറത്തിനെ ചോദിക്കുക, വന്നുപോയ പാപങ്ങൾ ഏറ്റുപറയുക, അല്ലാഹുവിൽ നിന്ന് പാപമോചനത്തെ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ, അഫ്വ് നൽകണമേ എന്നാണ് അവസാനത്തെ 10 ധാരാളമായി നമ്മൾ ചോദിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും. നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കൂ. വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. എന്നിട്ടാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത്. സ്വർഗ്ഗത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് അല്ലാഹു പറയുന്നത് മഗ്ഫിറത്തിനെ പറ്റിയാണ്. മഗ്ഫിറത്തിനെ പറ്റി പറഞ്ഞിട്ടാണ് സ്വർഗം. പണ്ഡിതന്മാര് വിശദീകരിച്ചു, മഗ്ഫിറത്തു നേടിയവനാണ് സ്വർഗം. ആദ്യം മഗ്ഫിറത്തു നേടണം. മഗ്ഫിറത്തു നേടാൻ സാധിച്ചാലാണ് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, പാപങ്ങൾ ഏറ്റുപറയാൻ, അള്ളാഹുവിന്റെ മുന്നിൽ കണ്ണു നനക്കാൻ സാധിക്കുന്നവർക്കാണ് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഗ്ഫിറത്തിലേക്ക് നമുക്ക് ധൃതി കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പരമാവധി അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സംസാരിക്കാൻ,
നമ്മുടെ മുൻഗാമികൾക്കുള്ള നമുക്കില്ലാത്ത ഒരു അമലാണ് നമ്മുടെ റബ്ബും നമ്മളും ഒറ്റക്കാകുന്ന സമയം. നമ്മുടെ കുടുംബത്തെ മാറ്റി, നമ്മുടെ കച്ചവടത്തെ മാറ്റി, നമ്മുടെ കൂട്ടുകാരെ മാറ്റി, നമ്മുടെ മറ്റു സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവരെ അവരെയെല്ലാം മാറ്റി നിർത്തി നമ്മളും റബ്ബും ഒറ്റക്കാകുന്ന, നമ്മുടെ റബ്ബിനോട് നമുക്ക് പറയാനുള്ള ആ സമയം പ്രിയമുള്ളവരെ അത് നമുക്കുണ്ടാകണം. അപ്പോൾ ഇഅ്തികാഫിരുന്ന്, പള്ളിയിലിരുന്ന് എങ്ങനെ നമുക്ക് പുണ്യം നേടാൻ സാധിക്കുന്നുവോ അങ്ങനെ നമ്മൾ പുണ്യം നേടിയെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 21-ാം രാവിന്റെ മഗ്രിബിന് മുമ്പ് പള്ളിയിൽ പ്രവേശിക്കുമായിരുന്നു. 21-ാം രാവിന്റെ മഗ്രിബ് നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ്, അസ്ർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പായിക്കൊണ്ട് റസൂലുള്ളാഹി പള്ളിയിലേക്ക് പ്രവേശിക്കും. പിന്നീട് അത്യാവശ്യങ്ങൾക്കല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ പുറത്തേക്ക് പോകാറില്ല. ഫജ്ർ കഴിഞ്ഞ് പ്രത്യേകമായി തയ്യാറാക്കിയ പള്ളിയിൽ പ്രത്യേകമായി റസൂലുള്ളാഹി ഇഅ്തികാഫിന് ഒരുക്കിയ ആ ഭാഗത്തേക്ക് ഫജ്റിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകും. അള്ളാഹുവിന്റെ റസൂൽ ഒറ്റക്കല്ല, കുടുംബത്തെ കൂടെ ചേർത്തു, കുടുംബത്തെ നന്മയിൽ കൂടെ കൂട്ടി, കുടുംബത്തെ പ്രോത്സാഹിപ്പിച്ചു, മക്കളെ പ്രോത്സാഹിപ്പിച്ചു, മക്കളെ ആ നന്മകൾ കണ്ടു വളർത്താൻ പ്രേരിപ്പിച്ചു. റസൂലുള്ളാഹിയുടെ അവസാനത്തെ പത്തിനെ പറ്റി സ്വഹാബാക്കൾ പറയുകയാണ്, ഇദാ ദഖലൽ അശർ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കും, കുടുംബത്തെ കൊണ്ടുവരും, ഉടുമുണ്ട് മുറുക്കിയെടുക്കും. ഇനി വിശ്രമത്തിന്റെ സമയമല്ല, ഇനി കിടന്നുറങ്ങേണ്ട സമയമല്ല, ഇനി മത്സരിക്കേണ്ട, മഗ്ഫിറത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കേണ്ട സമയമാണ്. അതോടൊപ്പം റസൂലുള്ളാഹി രാവിനെ പകലാക്കും, രാത്രി എഴുന്നേറ്റുകൊണ്ട് ഖുർആൻ പാരായണവും നമസ്കാരവും പ്രാർത്ഥനകളുമായി രാത്രിയെ സജീവമാക്കും. പ്രിയമുള്ളവരെ, ഈ അവസാനത്തെ 10-ൽ നമ്മുടെ മൊബൈൽ നമ്മളൊന്ന് നിയന്ത്രിക്കണം, നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളൊന്ന് നിയന്ത്രിക്കണം. വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ ആ സമയങ്ങൾ നമ്മുടെ മൊബൈൽ നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ദുനിയാവിന്റെ ചർച്ചകളിൽ, ദുനിയാവിന്റെ ചങ്ങാത്തങ്ങളിൽ, ദുനിയാവിന്റെ കഥ പറയലുകളിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം. അതോടൊപ്പം ഇഅ്തികാഫിരിക്കുന്നവർ ഉജുബിനെ പേടിക്കുക. നമ്മുടെ അമലുകൾ നമുക്ക് വലുതായി തോന്നരുത്. പള്ളിയിൽ നമ്മൾ ഖുർആൻ ഓതുകയാണ്, ഒരുപക്ഷെ ചില ആളുകളെങ്കിലും ഉറങ്ങുന്നുണ്ടാകും. അപ്പൊ ഉറങ്ങുന്നവരെ നോക്കി, ഓരൊക്കെ എന്തിനാ പള്ളിയിൽ വന്നത്? പള്ളിയിൽ വന്നിട്ട് ഉറങ്ങാണോ? പള്ളിയിൽ വന്നിട്ട് ആകെ ഓതിയത് ഒരു പേജാണോ? അപ്പൊ ഞാൻ തരക്കേടില്ല, ഞാൻ ഏതായാലും 2 മണിക്കൂറായി ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഇരിക്കുന്നവരെക്കാളൊക്കെ ഉഷാറാണ് ഞാൻ അത്യാവശ്യം അമലുള്ളവനാണ്, അത്യാവശ്യം തരക്കേടില്ലാത്തവനാണ്. മറ്റുള്ളവരുടെ അമലുകൾ ചെറുതായി തോന്നുകയും നമ്മുടെ അമലുകൾ വലുതായി തോന്നുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത്. മറ്റുള്ളവരുടെ അമലുകളുടെ തൂക്കം നമുക്കറിയില്ല. ഒരുപക്ഷേ നമ്മളെക്കാൾ ഇഖ്ലാസുള്ളവർ, ഒരുപക്ഷെ ആ കിടന്നുറങ്ങുന്നവർ, ആ വളരെ കുറച്ചു മാത്രം ഖുർആൻ ഓതിയ മനുഷ്യർക്ക് അവരുടെ അമലുകൾക്ക് നമ്മളെക്കാൾ തൂക്കമുണ്ടാകും. മറ്റുള്ളവരുടെ അമലുകൾക്ക് നമ്മൾ തൂക്കം പറയരുത്, അതിന് നമ്മൾ വിധി പറയരുത്. നമ്മൾ നമ്മുടെ അമലുകളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ അമലുകൾ നിസ്സാരമാണെന്ന തിരിച്ചറിവോടുകൂടെ ധാരാളമായി അമലുകളിൽ മത്സരിക്കുക. അതോടൊപ്പം പ്രിയമുള്ളവരെ, സ്വീകരിക്കാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ഒറ്റക്കാകുന്ന സമയങ്ങൾ ഈ അവസാനത്തെ 10-ൽ നമുക്കുണ്ടാകണം. അങ്ങനെ ലൈലത്തുൽ ഖദ്റിനെ കണ്ടുമുട്ടാൻ, ആ ലൈലത്തുൽ ഖദ്റിലൂടെ എല്ലാ ഖൈറും നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.